ഇറാനെതിരെ അതിശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക. ബന്ദർ അബ്ബാസിലും സിറിക്കിലും അതിശക്തമായ യുദ്ധമാണ് US സെൻട്രൽ കമാൻഡ് നടത്തിയത്. ഹോർമുസിൽ ഭീഷണി സൃഷ്ടിക്കുന്ന ഇറാന്റെ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിലെ US ആക്രമണം അനിവാര്യമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. കൃഷ്ണപ്രിയ, തീർച്ചയായും അതിശക്തമായ ആക്രമണം തുടരുമെന്ന ഒരു നിലപാട് ഇന്നലെ തന്നെ ട്രംപ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും പുലർച്ചെയൊക്കെ ആക്രമണം അതിശക്തമായി നടന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഹോർമുസിലെ ബന്ദർ അബ്ബാസ് തുറമുഖം, അതായത് വളരെ കൃത്യമായി ബന്ദർ അബ്ബാസ് തുറമുഖവും അതുപോലെ തന്നെ സിറിക്കുമെല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശക്തമായ ആക്രമണം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ US സെൻട്രൽ കമാൻഡ് ആക്രമണം തുടരുമെന്ന നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിലെ ചബാഹർ കൊണാർക്ക്, കിഴക്കൻ ഇറാനിലെ ചബാഹർ കൊണാർക്ക് എന്നീ മേഖലകളിലും വലിയ തോതിൽ ആക്രമണം നടന്നതായി ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം കൂടിയാണ്. ഇറാനിലെ US ആക്രമണം അനിവാര്യമെന്ന ഒരു നിലപാട് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ട്രംപ് ഉൾപ്പെടെയുള്ളവർ നാറ്റോ മീറ്റിംഗിൽ തുർക്കിയിലെത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരം നിർണായകമായ ഒരു പരാമർശം നാറ്റോ സെക്രട്ടറി ജനറലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതും ഏറ്റവും നിർണായകമാണ്. നാറ്റോ ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നതിനെ തയ്യാറല്ല എന്നൊരു നിലപാട് നേരത്തെ അറിയിച്ചെങ്കിൽ ഇന്ന് അനിവാര്യമെന്ന നിലപാട് അറിയിക്കുമ്പോൾ സ്വാഭാവികമായും അത് പല രീതിയിലുള്ള സ്വാധീനങ്ങളും ചെലുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു പശ്ചാത്തലത്തിലൂടെ ഇറാൻ യുദ്ധം കടന്നുപോകുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായ ആക്രമണം ഇനിയും തുടരും. ഹോർമുസിലെ സ്വതന്ത്ര കപ്പൽ ഗതാഗതത്തെ തകർക്കാൻ നടത്തിയ ഇറാന്റെ നീക്കങ്ങൾ നടത്തിയ ഇറാനെതിരെ അതിശക്തമായ ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നും അതിശക്തമായ ആക്രമണം നടക്കും എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്.